നല്ല പരുവായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിട്ട് മാവ് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് മാവും പ്ലാവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇത് പഴയ മാവാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 100 വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു മാവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ വെട്ടിയിട്ട് ഇവിടെ ഒന്നും അല്ല വെക്കുന്നത്, നമ്മൾ ഡീഫോറസ്റ്റേഷൻ തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കണ്ടില്ലേ, ഇവിടെ മൊത്തത്തിൽ നിന്ന് കാണിച്ച് മൊത്തത്തിൽ മരങ്ങളാണ് കണ്ടില്ലേ. ഞങ്ങളപ്പം ആരുടെയും മരങ്ങളൊന്നും വെട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഫോറസ്റ്റേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ പ്ലാവും മാവും ഒക്കെ വാങ്ങിച്ചത് നടാൻ വേണ്ടിയിട്ട് ഞാൻ 4 കുടി എടുത്തിട്ടുണ്ട്. 2 പ്ലാവും 2 മാവും, അത് 4 ടൈപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കൃഷിഭൂമിയിലേക്ക് കടക്കാം. ഭൂമി നമ്മൾ ഒരു കൈയുടെ കാൽ ഭാഗത്തോളം അകലേ ഉള്ളൂ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന കുഴിക്ക്. അതിനകത്തോട്ട് നമ്മളിപ്പോൾ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇനി ഇടാൻ പോകുന്നത് മണ്ണിര കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ ചാണകം ഉണങ്ങി തന്നെ മണ്ണിര ഇട്ട് ഉണക്കിയ ടൈപ്പ് ചാണകമാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. നല്ല മണ്ണ് പോലെ ഇരിക്കും ഈ ചാണകം. മണ്ണിര ഇട്ട് കമ്പോസ്റ്റ് ചെയ്തായതുകൊണ്ട് മണ്ണ് പോലെയാണ് നമ്മുടെ ഈ ചാണകപ്പൊടി ഇരിക്കുന്നത്. അപ്പം നമുക്ക് 1.5 കിലോയോളം ചാണകപ്പൊടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. പേരിറങ്ങാനൊക്കെ ചകിരിച്ചോറ് നല്ലതാണ്. എന്നിട്ട് ഇതിനകത്ത് തന്നെ ഇട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് കുമ്മായോടെ ഒരു കൈ ടൈറ്റായിട്ട് എടുത്തിട്ടില്ല. അപ്പം ഒരു കൈ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പകുതി മാത്രമേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ. കുമ്മായം ഒരുപാടാകുന്നത് നല്ലതല്ല. നമ്മുടെ അച്ഛൻ പറഞ്ഞ പഴങ്കഞ്ഞി ഇളക്കുന്ന പോലെ ഇളക്കാൻ എന്ത് കപ്പയാണ് കഴിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുമ്മായവും എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഇത് ഇത്രയും ഇട്ട് അടിവളമാക്കി നമ്മൾ ഇതിനകത്തോട്ടാണ് നമ്മുടെ പ്ലാവ് വെക്കാൻ പോകുന്നത്. എന്നിട്ട് വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കത്തുള്ളൂ. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ പ്ലാവ് കഴിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിനകത്ത് നടാൻ പോകുന്നത് ബഡ് ചെയ്ത് കംപ്ലസ് എന്ന് വെച്ചാൽ പശ കുറവുള്ള ടൈപ്പ് ചക്ക പിടിക്കുന്ന പ്ലാവാണ് നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് പ്ലാവ് നട്ട് കൊടുക്കാം. ഇത് നമുക്ക് കീറി ഈ ബഡ് ചെയ്ത ഭാഗം ഒരു കാരണവശാലും ഉള്ളിലോട്ട് പോകരുത്, ബണ്ണിൻ്റെ അടിയിലോട്ട് പോകാൻ പാടില്ല. ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ കുഴി മൂടി കൊടുക്കും. ഈ പ്ലാവ് ഇപ്പം നട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബഡിനെ മണ്ണിത്തോട്ട് മണ്ണ് ഇട്ട് കൊടുക്കരുത്, കാരണം അവിടെ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പ്ലാവിൻ്റെ വരെ സെറ്റ് ചെയ്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചെടുത്താൽ മതി. പൊടിയും മണ്ണിര കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ ചാണകപ്പൊടിയും കുമ്മായും എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്ത്, കാരണം വെള്ളവും ആ ചകിരിച്ചോറിൻ്റെ ബ്രൗൺ കളറും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിനി J33 എന്ന് പറഞ്ഞ പ്ലാവാണ് നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ബഡ് ചെയ്തതാണ്, ഇതാ കൈ കാണുന്ന ബഡ് ചെയ്തതാണ്. ഇത് മണ്ണിൻ്റെ അടിയിൽ പോകാതെ നമ്മൾ വെക്കണം, അല്ലെങ്കിൽ അളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ. ഇതുപൊടിയും ചാണകപ്പൊടിയും കുമ്മായും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം കൈ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല പരുവായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മാവ് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ഗായ്സ്, ഇത് നമ്മുടെ അമ്മയുടെ കുട്ടി കൃഷികളാണ്. ഇത് 2 പാവൽ, എത്ര പാവലാ? 2 പാവൽ വന്നിട്ടുണ്ട് ഗായ്സ്, ഒരു പടവലങ്ങ. അപ്പോൾ ഇതുകൂടെ നട്ടുകൊടുത്ത് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് തരിക. ക്യാമറാമാൻ ലച്ചുവിനോടൊപ്പം ആദിത്യലാൽ സൈനിങ് ഓഫ്.